ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നൊക്കെ ഒരു തുറവിയൊക്കെ കാണാനുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഇരിക്കാനൊന്നും ഒരു സൗകര്യം ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ പെരുന്നാളിൻ്റെ അന്ന്. അപ്പോൾ ഈ പിറ്റേന്ന് ഏതായാലും കുറച്ച് വെയിലും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചക്കേൻ്റെ ഒരു സീസൺ ആവുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ചക്കയും ചക്കക്കുരുവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചക്ക കൂട്ടാൻ തിന്നാൻ അങ്ങനെ പൂതിയാണ്. അപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചുളപ്പറച്ചെടുക്കുകയും ചെയ്തു. പിന്നെ കണ്ണനും അമ്മയും കൂടി അരിയാണ്. അനുമോൾ അവിടെ എന്തോ എഴുതണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ റേഷനരി വെന്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സാവകാശമാണ് ഓരോ പണികളും എടുക്കണത് കേട്ടോ. മക്കൾക്ക് സ്കൂളിലേക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ അനുമോൾക്ക് സ്കൂളുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ഒക്കെ പനി ആയതുകൊണ്ട് വിട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ശനിയാഴ്ച പോവാറിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസം വിട്ടിട്ടില്ല. അപ്പം നന്ദുട്ടനും കണ്ണനും തിങ്കളാഴ്ച ഉള്ളു സ്കൂള്. വെറുതെ പോവുകയാണ്, കുട്ടികളൊന്നും ഉണ്ടാവില്ല. എന്നാലും വെള്ളി ശനി സ്കൂളുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അവർക്ക്. അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ശനിയാഴ്ച പോവാന്ന് വിചാരിച്ചു. അപ്പോൾ പനി ആയത് കാരണം അപ്പോൾ അങ്ങനെ വിടാനും പറ്റൂലല്ലോ. ഓക്കെ, ഏതായാലും പനി വിട്ടിട്ടും ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒക്കെ നന്ദൂനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ വേവുള്ള അരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളുണ്ടെങ്കിലുള്ളൂ നമ്മളെ പണികളൊക്കെ വേഗം ഒരുങ്ങല്ലേ, ഇല്ലെങ്കിൽ പിന്നെ തട്ടി മുട്ടി അങ്ങനെ നടക്കും പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് ചെമ്മീൻ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ചെമ്മീനൊക്കെ കഴുകി ഊറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തു. പിന്നെ കുറച്ച് ചക്കക്കുരു നന്നാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമാങ്ങ, പച്ചമുളക്, അതുപോലെ മുരിങ്ങാക്കായ, ചെമ്മീൻ എല്ലാം കൂടി ഉണ്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു നാടൻ കറിയാണ് കേട്ടോ. പിന്നെ അതാ ഈ ഒരു കറിയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടികളൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചക്കക്കുരു കുറച്ചും കൂടിയും ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് എടുത്തുള്ളൂ, ചെമ്മീൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ആ ഒരു നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇത് പച്ചച്ചെമ്മീനിലും ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അവിടെ വേവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അനുട്ടീനോട് ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വരാൻ പറഞ്ഞു കേട്ടോ. ആകെ നേരം വൈകിയിട്ടുണ്ട്. അപ്പം നാളെ ഒന്ന് അടിച്ചു വരാൻ പറഞ്ഞപ്പോൾ അടിച്ചു വരികയാണേ. പിന്നെ ഈ ഒരു കറിക്ക് അരപ്പ് എന്ന് പറഞ്ഞാൽ നാളികേരവും ചെറിയ ഉള്ളിയാണ് അരച്ച് പരഞ്ഞത് കേട്ടോ. ചിലർ ഇതിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കും. വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് എല്ലാത്തിലും അധികം ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നന്നായി അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരപ്പും കൂടി നമ്മൾ കറി വെന്തപ്പോൾ അയക്കാണ്ട് ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. 2 നേരത്തിനും കൂടി ഉണ്ടാക്കിയതാണ്. 2 നേരത്തിന് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ ദിവസം ഈ ഒരു കറി തികഞ്ഞില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേന് കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം വേറെ കറി ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കൊന്ന് ഉള്ളി ഒന്ന് വറുത്തിടണം കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കറിക്ക്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടായി വരട്ടെ. അപ്പോൾ കറിയിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നു, അതും കൂടി ഇട്ടിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. ഇത് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടാൽ നല്ലൊരു കളറൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മുളക് പൊടിയൊന്നും ഇട്ടില്ല. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അങ്ങോട്ട് നമ്മളെ കറിയിക്കാണ്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പച്ചച്ചെമ്മീനൊക്കെ ആണെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പം ഞാൻ ആ ഒരു അടുപ്പത്ത് തന്നെ അപ്പം തന്നെ ചക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയും കണ്ണനും കൂടി അരിഞ്ഞൊക്കെ റെഡിയാക്കിയിരുന്നു. അപ്പോൾ അത് അടുപ്പത്ത് തന്നെ വെച്ച് കൊടുത്തു. പെട്ടെന്ന് വേവണ ഒരു ചക്കയാണ് കേട്ടോ. തിളച്ചാൽ വെന്തു എന്ന് പറഞ്ഞില്ലേ, നല്ല അടിപൊളി ചക്കയാണ്. അപ്പോൾ അതിലേക്ക് അരവായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാന്താരിയും നാളികേരം വെളുത്തുള്ളിയും കൂടിയാണ് ചതച്ചത് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ചക്കക്കൂട്ടാനിലേക്ക് കുരുമുളകും ജീരകവും ഒന്നും ചേർത്തിട്ടില്ല, വറവ് ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാന്താരി ചേർക്കുകൊണ്ട്. പിന്നെ എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചക്കക്കൂട്ടാനൊക്കെ വിളമ്പി കഴിക്കാൻ കേട്ടോ. ഇതൊരു 12 മണിക്കാണിത് തിന്നാൻ തുടങ്ങിയത്. അച്ഛൻ്റെ ഒരു അച്ഛൻ ആദ്യം തന്നെ തിന്നിട്ടുണ്ട് കേട്ടോ. വേഗം തിന്നു. എന്താ വെച്ചാൽ വെട്ടമൊക്കെ കഴിഞ്ഞ് വന്നാൽ വല്ലാത്തൊരു പൈപ്പാണ്. അപ്പോൾ പിന്നെ എന്ത് കിട്ടിയാലും തിന്നുന്ന പറഞ്ഞില്ലേ. അപ്പോൾ അച്ഛൻ്റെ ഒരു തീറ്റയൊക്കെ കഴിഞ്ഞു, പാത്രം കഴുകാൻ കൊണ്ടൊക്കെയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുട്ടനും അമ്മയും അനുട്ടിയും കണ്ണനും ഞാനും ഏട്ടനും ഒക്കെ ഇരുന്നിട്ട് ചക്കക്കൂട്ടാൻ തിന്നിയാണ്. അപ്പോൾ അതിലേക്ക് ആ ചെമ്മീൻ കറി എടുത്തിട്ടുണ്ട്.
പിന്നെ അതാ കുറച്ച് തൈര് ഉണ്ടായിരുന്നു, അതിൽ അമ്മ കാന്താരി പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് ഇളക്കിയതാണ്. നല്ല ടേസ്റ്റാണ് ചക്കയ്ക്ക് തൈര് കേട്ടോ. തൈരിൽ ഇങ്ങനെ കുറച്ച് കാന്താരിയൊക്കെ ഇടണം, അപ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. അപ്പോഴേ കാണുള്ളൂ. ഒക്കെ പാരണ്ടേ സിമെന്റ് ഒട്ടും പോലെ സെറ്റാക്കി ചിമെന്റ് ഒട്ടുക. അപ്പൊ നമ്മളെ നന്ദൂട്ടന്റെ തീറ്റി വർത്താനൊക്കെ കേട്ടില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 3:30 ഒക്കെ ആവുമ്പോഴാണ് നമ്മളെ നന്ദുവിന്റെ തുണക്കാരല്ലേ ആശുവാന്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കൂടി തിന്നെയാണ്. അപ്പോൾ ആശുവിന് ഇവിടെ വന്നപ്പോൾ ബിരിയാണി വേണോ വെച്ചപ്പോൾ ഓനും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തീറ്റ കഴിഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അട എന്ന് പറഞ്ഞാൽ ചക്ക വെച്ചിട്ടാണ് അട ഉണ്ടാക്കിയത്. പഴുത്ത ചക്ക വേവിച്ചിട്ട് അത് മിക്സിയിലൊന്ന് അടിച്ചു കേട്ടോ. മിക്സിയിൽ അടിച്ചപ്പോൾ അതിൽ 2 ഏലക്കായും കൂട്ടി, എന്നിട്ട് അതിലേക്ക് നമ്മളെ നൈസായ അരിപ്പൊടി ഇല്ലേ അതുകൊണ്ട് ചേർത്തിട്ട് കുഴച്ചു. അതിനുശേഷം ഇലയിൽ പരത്തിയിട്ട് നാളികേരവും തേങ്ങയും കൂടിയും ചിരകിയത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് ആവിക്ക് വേവിച്ചിട്ടുള്ളതാണ്. നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചക്കയുടെയാണിത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ ആളമ്മ ഓരോന്ന് വെച്ചാണ് ഉണ്ടാക്കിയത്. പിന്നെ 1 എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നന്ദും ആശുവും കൂടിയും കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ തോന ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കലും ഇങ്ങനത്തെ ഓരോ ഉണ്ടാക്കൽ പണിയും കൂടി ആകുമ്പോഴത്തേനും ഇങ്ങോട്ട് എല്ലാം കാണിക്കാനുള്ള ഒരു സമയം കിട്ടൂല കേട്ടോ. അപ്പം ഞാനും കുറേ ദിവസമായിട്ടുണ്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട്. കാപ്പിയും ചായയൊന്നും അധികം കുടിക്കലില്ല കേട്ടോ. അപ്പം ഇന്ന് കാപ്പിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാനും കുടിച്ചു കേട്ടോ. മറ്റേത് കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തിന്നും, ചായയും കാപ്പിയും അങ്ങനെ കുടിക്കലില്ല കേട്ടോ. അപ്പം ഇന്ന് കാപ്പിയും കൂട്ടി കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ചക്കേൻ്റെ ആ ഒരു ടേസ്റ്റ്. നമ്മൾ അപ്പോഴേ വേവിച്ച ആ ചക്ക ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് അത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇനി ചെയ്യണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോ വഴിക്കായിട്ടോ. ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, അമ്മയുണ്ട് അവിടെ, അച്ഛൻ കടയ്ക്കൊക്കെ പോയിട്ടുണ്ട്, കണ്ണൻ കളിക്കാൻ പോയിട്ടുണ്ട്, നന്ദു കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാനും അനുമോളും കൂടി വിറക് പൊറുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അപ്പുറത്തെ ആ ഒരു തൊടികയിൽ വിറക് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ എടുത്തതിൻ്റെ തലേ ദിവസം അമ്മ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഉള്ളലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അന്ന് താഴെക്കൂടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞ അമ്മ. പക്ഷേ എങ്കിൽ ആ ഒരു മഴ കാരണം കേട്ടോ ഇറങ്ങി പോരാനൊരു പേടി കേട്ടോ. വഴിക്ക് വീണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വീഴ്ചയ്ക്ക് ഞാൻ മുന്നിലാണ് കേട്ടോ. വേഗം ഉണ്ട് വീഴാൻ. എത്ര വേഗം വീഴുന്നറിയോ. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ജയിലൊന്നും പോകണ്ട, മഴ ഇല്ലാത്തപ്പോൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ. വിറക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ, ഒരു സഞ്ചാരമല്ലേ. എത്ര വിറക് കിട്ടിയാലും തികയൂലല്ലോ. വിറകും പാത്രമൊന്നും എത്ര കിട്ടിയാലും തികയാത്ത ആൾക്കാരാണല്ലേ നമ്മൾ. എല്ലാ അമ്മമാരും വീട്ടമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം എൻ്റെ മാത്രം കഥയല്ല കേട്ടോ. എല്ലാവർക്കും പാത്രമായാലും വിറകായാലും അതൊന്നും കിട്ടിയാൽ തികയൂലല്ലേ. അപ്പം ഞാനും അനുട്ടി അങ്ങനെ വിറക് കുറുക്കാൻ പോകുന്നതാണ്. അപ്പം അമ്മ അവിടെ കൊണ്ടിട്ട് ആ വിറകൊന്ന് പൊട്ടിച്ചെടുക്കും വേണം. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കിട്ടിയാലായാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വിറക് കിട്ടി. പിന്നെ അതിൻ്റെ താഴേക്കൊക്കെ വിറക് ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ കുറച്ചൊക്കെ കാടുണ്ട് ഈ ഒരു തോട്ടത്തിൽ. അപ്പോൾ ഒരു പേടി കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ട് പേടിക്കുക എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഇതായില്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല കേട്ടോ. പിന്നെ പാമ്പൊക്കെ ഇതിലുണ്ട് കേട്ടോ. പാമ്പായാലും പന്നിയായാലും ഒക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം പോവാൻ. ഇതിപ്പോൾ നമ്മൾ ആ വീടിൻ്റെ അടുത്ത് കൂടെ ഉള്ള ആ ഒരു ഏരിയയിൽ കൂടെയാണ് ഞാൻ അങ്ങനെ പെറുക്കി നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അനുട്ടി പറഞ്ഞു നമുക്ക് താഴെ കൂടെയൊക്കെ ഒന്ന് പോവും അമ്മ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പേടിയാണ് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കൊരു പേടി കേട്ടോ. അപ്പോൾ അങ്ങനെ പോയില്ല. ഇപ്പം ഈ ഒരു മഴ കാരണം എത്ര ഉണങ്ങിയ വിറകുണ്ടെങ്കിലും തീ കത്തിക്കിട്ടാൻ നല്ല പണിയാണ് കേട്ടോ. രാവിലെ തീ പിടിപ്പിക്കുന്ന ആ ഒരു കാര്യം വിചാരിക്കുമ്പോൾ ഭയങ്കര പണിയുള്ള പോലെയാണ് തോന്നണത്. എത്ര ഉണങ്ങിയ വിറകാണെങ്കിലും കത്തി കിട്ടൂല കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഈ പൊടിയായ ചുള്ളലുണ്ടെങ്കിൽ ചെറിയ ചുള്ളലുകൾ ഉണ്ടെങ്കിൽ അതാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം ഉണ്ട് കേട്ടോ കത്തി പിടിക്കാൻ. എന്നാൽ പിന്നെ ഒരു സുഖമാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ചുള്ളൽ ഇടയ്ക്ക് വന്നിട്ട് പെറുക്കി കൊണ്ടുപോകും കേട്ടോ. എന്നാൽ കുറച്ച് പെറുക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തിനുണ്ടാവും. ആ ഒരു തീ കത്തിക്കുന്ന ആ ഒരു സമയത്ത് മാത്രം എടുക്കുള്ളൂ കേട്ടോ. പിന്നെ തീ കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ കൊള്ളികളൊക്കെ വെച്ചുകൊടുക്കും. അപ്പോൾ പിന്നെ അതുമ്മയും വേഗം കത്തിപ്പിടിക്കും. മഴക്കാലമായാൽ വിറകിന് ഒരു തണുപ്പാണ്. അപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കുമല്ലോ. എത്ര ഉണങ്ങിയ വിറകാണെങ്കിലും ഒരു തണുപ്പാവും. അല്ലെങ്കിൽ പിന്നെ അടുപ്പിൻ്റെ മുകളിലൊക്കെ പണികളൊക്കെ ഒരുങ്ങിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് പിന്നെ ആ ഒരു ചൂടത്ത് കിടന്നിട്ട് ചൂടാവുകയൊക്കെ ചെയ്യും. ഇപ്പം പിന്നെ ആരും അങ്ങനെ അടുപ്പിൻ്റെ മേലെ നിന്ന് വിറക് വെക്കലില്ലല്ലേ. പണ്ടൊക്കെ അങ്ങനെ വെച്ചിരുന്നു. ഇപ്പം ആരും അങ്ങനെ വെക്കൂല. പ്രത്യേകിച്ച് ഈ സ്റ്റീലിൻ്റെ അടുപ്പ് വന്നോടത്തുനിന്ന് ഇങ്ങോട്ട് അങ്ങനെ വിറക് വെക്കാനൊക്കെ ഒരു മടിയാണ്.
ചില ദിവസങ്ങളിൽ ഒരു പിടി ചുള്ളലൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ വെക്കും കേട്ടോ. തോനെ വിറകൊന്നും വെക്കൂല. പണ്ടൊക്കെ തോനെ വിറക് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പുമ്മ വാരയ്ക്കാറിയും അങ്ങനെ വാരിയുണ്ട് വെക്കും. ഇന്ന് രാവിലേക്ക് നല്ല ചൂടായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയില്ലാത്ത തക്കം നോക്കി ഞാനും അനുട്ടിയും വേഗം അതൊക്കെ പൊട്ടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്